ആഗോള രാഷ്ട്രത്തിന്റെ മാറ്റത്തിനാവശ്യമായ പല കാര്യങ്ങളും തുറന്നു കാണിച്ചു കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രങ്ങൾക്ക് മുന്നിൽ പല രാജ്യങ്ങളും തലകുനിച്ചു നിന്നിട്ടുമുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ആ തീരുമാനങ്ങൾ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ പാരമ്പര്യവും ആധുനിക ശാസ്ത്രവും എങ്ങനെ ഒരുമിച്ച് മുന്നേറാമെന്ന് ഇന്ത്യ കാണിച്ചു തന്നുവെന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഗോള ഉച്ചകോടിയിൽ ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള രണ്ടാം ആഗോള ഉച്ചകോടി സമാപിച്ചപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് സംയോജിതവും സമഗ്രവുമായ ഒരു സമീപനത്തിന്റെ ആവശ്യകത ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് വെള്ളിയാഴ്ച വ്യക്തമാക്കി. ശാസ്ത്രവും പാരമ്പര്യവും പരസ്പരം പൂരകമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ഉച്ചകോടി ബുധനാഴ്ചയാണ് ആരംഭിച്ചത്. ആധുനിക ആരോഗ്യ സംവിധാനങ്ങളിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 100ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ശാസ്ത്രജ്ഞർ, തദ്ദേശീയ നേതാക്കൾ, പരമ്പരാഗത വൈദ്യശാസ്ത്ര വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവന്നു. സമാപന ദിവസം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സമകാലിക ആരോഗ്യ വെല്ലുവിളികളെ നേരിടുന്നതിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ എടുത്തു പറയുകയും ചെയ്തു. നമ്മുടെ ആധുനിക ലോകത്തിന്റെ ആരോഗ്യത്തിന് നേരിടുന്ന നിരവധി ഭീഷണികൾ, സാമ്പത്തിക ശേഷികൾ, വർദ്ധിച്ചുവരുന്ന ഭാരം, ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള അസമമായ പ്രവേശനം എന്നിവയെ നേരിടാൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാനാകും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സമീപനത്തെ പ്രശംസിച്ച ടെഡ്രോസ് പാരമ്പര്യവും നവീകരണവും എങ്ങനെ ഒരുമിച്ച് പുരോഗമിക്കുന്നുവെന്ന് രാജ്യം തെളിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. പരമ്പരാഗത ജ്ഞാനവും ആധുനിക ശാസ്ത്രവും പരസ്പര വിരുദ്ധ, മറിച്ച് പരസ്പര പൂരകമാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ വിശാലമായ സ്വാധീനം ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ആധുനിക ലോകത്തിന്റെ ആരോഗ്യത്തിന് നേരിടുന്ന നിരവധി ഭീഷണികൾ, സാമ്പത്തിക ശേഷികളുടെ വർദ്ധിച്ചുവരുന്ന ഭാരം, സേവനങ്ങളിലേക്കും ആരോഗ്യ സംരക്ഷണങ്ങളിലേക്കുമുള്ള അസമമായ പ്രവേശനം എന്നിവയെ നേരിടാൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാനാകും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം ഈ ദർശനം ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന ഫലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നവർ ഒന്നിലധികം പ്രവർത്തന മേഖലകളിൽ സമവായത്തിലെത്തിയതായി ടെഡ്രോസ് പറഞ്ഞു. പൊതുവായതും അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ളതുമായ നിയന്ത്രണത്തിലൂടെ സുരക്ഷ, ഗുണനിലവാരം, പൊതുജന വിശ്വാസം എന്നിവ ഉറപ്പാക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സാംസ്കാരിക പൈതൃകം, ബൗദ്ധിക സ്വത്തവകാശം, തുല്യമായ പങ്കിടൽ എന്നിവയെ ബഹുമാനിച്ചുകൊണ്ട് ജൈവ വൈവിധ്യവും പരമ്പരാഗത അറിവും സംരക്ഷിക്കാനും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗവേഷണത്തിലേക്കും ഡേറ്റ ഉൽപാദനത്തിലേക്കുമുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും നവീകരണവും ഉത്തരവാദിത്തത്തോടെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ സുരക്ഷിതവും ഫലപ്രദവുമായ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ ആരോഗ്യ സംവിധാനങ്ങളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ആരോഗ്യ സംരക്ഷണത്തിൽ സംയോജിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. തന്റെ പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആഗോള ആരോഗ്യത്തിന്റെ ഭാവിക്കായി കൂട്ടായ പ്രതിബദ്ധതയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഈ ഉച്ചകോടി സമാപിക്കുമ്പോൾ ആരോഗ്യത്തിന്റെ ഭാവി സംയോജിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിവരമുള്ളതുമായിരിക്കണമെന്ന പൊതുവായ ബോധ്യത്താൽ നമുക്ക് ഐക്യത്തോടെ ജീവിക്കാം. ആളുകൾക്കും സമൂഹങ്ങൾക്കും ഗ്രഹത്തിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുമെന്നും ടെഡ്രോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.